യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ജീവിതത്തിൽ തോൽക്കുമോ അതോ പരാജയപ്പെടുമോ എന്നുള്ളതെല്ലാം ആശ്രയിച്ചിരിക്കുന്നത് നമ്മുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. നമ്മുടെ സ്വഭാവം, നമ്മുടെ ചിന്തിക്കുന്ന രീതികൾ, നമ്മുടെ വിശ്വാസങ്ങൾ, പിന്നെ നമ്മുടെ ആത്മവിശ്വാസം, ഇതെല്ലാം അനുസരിച്ചാണ് നമ്മുടെ വിജയവും പരാജയവും ഒരു വലിയ അളവിൽ നിർണ്ണയിക്കപ്പെടുന്നത്. അതുകൊണ്ട് നമ്മുടെ പരാജയത്തിനും നമ്മുടെ തോൽവികൾക്കൊന്നും നമ്മൾ മറ്റുള്ളവരെയോ സാഹചര്യത്തെയോ അങ്ങനെ പഴിക്കുവാനോ കുറ്റം പറയുവാനോ പാടുള്ളതല്ല എന്നുള്ളതാണ് ഞാൻ മുൻപിൽ പറഞ്ഞ ആ വാചകങ്ങളുടെ അർത്ഥം. നമ്മുടെ ഏതെങ്കിലും ലക്ഷ്യങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ, നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതിൽ നാം തോൽവി സമ്മതിക്കേണ്ടി വരുമ്പോൾ, ഇങ്ങനെയുള്ള അവസരങ്ങളിലെല്ലാം നമ്മൾ നമ്മുടെ സ്വഭാവത്തെയും നമ്മുടെ ചിന്താഗതികളെയും നമ്മുടെ പ്രവർത്തന രീതികളെയും നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടതുണ്ട്. ഇങ്ങനെ നമ്മളെ തന്നെ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതിൻ്റെ നേരെ വിപരീതമാണ് നമ്മുടെ പ്രവൃത്തി മൂലം സംഭവിച്ചത് എന്നാണ്. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചിന്താഗതികളിലും നമ്മുടെ സ്വഭാവത്തിലും ഉള്ള ചെറിയ ചില വ്യത്യാസങ്ങൾ കൊണ്ടാണ് നമ്മൾ പരാജയപ്പെടുവാൻ കാരണമായി തീരുന്നത്. ഒന്ന്, നമ്മളുടെ ആഗ്രഹങ്ങൾ തീരെ ശക്തിയില്ലാതായിരിക്കുക. അതായത് ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടുവാൻ നമുക്ക് ആഗ്രഹം തീരെ ഇല്ലാതിരിക്കുകയും അതേസമയം ആ ലക്ഷ്യം നേടണമെന്ന് വെറുതെ ഒന്ന് വിഷ്ഫുൾ തിങ്കിങ് എന്ന് പറയുന്നതിന് അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അധികമൊന്നും ആഗ്രഹമില്ലാത്ത രീതിയിൽ വെറുതെ മനസ്സിൽ കൊണ്ടു നടക്കുക മനോരാജ്യങ്ങളായിട്ട്. ഇങ്ങനെ വരുമ്പോഴും നമുക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നേടുവാനായിട്ട് സാധിക്കുകയില്ല. രണ്ടാമത്, നമ്മൾ ഓവറായിട്ട് ആ ലക്ഷ്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് അമിത ശക്തി ചെലുത്തിക്കൊണ്ട് ആ ലക്ഷ്യം നേടുവാനായിട്ട് മാനസികവും ശാരീരികവുമായി അമിതമായി പരിശ്രമിക്കുക. ഈ രണ്ട് അവസ്ഥയിലും ഈ രണ്ട് സ്വഭാവങ്ങളും നമ്മുടെ ലക്ഷ്യത്തെ അപ്രോച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമുക്ക് പരാജയമായിരിക്കും നേരിടേണ്ടി വരിക. അപ്പോൾ നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ചിട്ടപ്പെടുത്തിയാൽ, നമ്മുടെ സ്വഭാവത്തെ നമ്മൾ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മുന്നേ പരിശ്രമിച്ച് നമുക്ക് വളരെയധികം കഠിന പരിശ്രമം ചെയ്ത് നമുക്ക് ലഭിക്കാതിരുന്ന പല കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കുവാൻ വളരെ അനായാസം നമുക്ക് സാധിക്കുന്നതായിരിക്കും. അതിനായിട്ട് ഒന്നാമതായിട്ട് നിങ്ങളുടെ ചിന്താഗതിയിൽ നിങ്ങൾ വരുത്തേണ്ട മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്, നിങ്ങൾക്ക് വേണ്ട കാര്യം, നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയാം. ആ ലക്ഷ്യം നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വെറുതെ ഒരു മനോരാജ്യം, വെറുതെ ഒരു മനോസങ്കല്പത്തിലുള്ള ലക്ഷ്യമാണോ, അതോ ആ ലക്ഷ്യം പൂർണ്ണമായും നിങ്ങൾക്ക് സ്വീകരിക്കുവാനുള്ള ആഗ്രഹം ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ ആ ലക്ഷ്യത്തെക്കുറിച്ച് ഒന്ന് വിലയിരുത്തേണ്ടതാണ്. അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ലക്ഷ്യം പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ആകർഷിക്കുവാൻ, അല്ലെങ്കിൽ ആ ലക്ഷ്യം നിങ്ങൾക്ക് പ്രാപ്തമാക്കുവാൻ നിങ്ങൾക്ക് വളരെ അതിയായ ആഗ്രഹമുണ്ടെങ്കിൽ ആ ആഗ്രഹം സാധിക്കും എന്നുള്ള ഒരു വിശ്വാസവും നിങ്ങളിൽ തന്നെ ഉണ്ടായിരിക്കും. ഇത് ക്ലിയറാക്കാനായിട്ട് ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണം, ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ ദീർഘകാലമായിട്ടുള്ള ഒരു ആഗ്രഹമെങ്കിൽ, ആ ആഗ്രഹം വെറും ഒരു പരീക്ഷണത്തിന് വേണ്ടി, അതല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ബന്ധം വെറും ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ നിങ്ങളുടെ മനസ്സ് ആഗ്രഹിക്കുന്നത് എങ്കിൽ, നിങ്ങൾക്ക് പൂർണ്ണമായും ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങളുടെ തന്നെ മനസ്സിൻ്റെ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുകയില്ല. കാരണം നിങ്ങൾക്കൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ രണ്ട് വ്യക്തികളുടെയും മനസ്സ് ഒരുപോലെ ഒരേ ആഗ്രഹത്തിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റു വ്യക്തിയുടെ മനസ്സിനെ കൂടി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് കൺട്രോൾ ചെയ്യേണ്ട ഒരു ബാധ്യത നിങ്ങൾക്ക് വന്നു ചേരും. അത് നിങ്ങൾക്ക് അമിതമായ ഒരു കഠിന പരിശ്രമത്തിന് നിങ്ങളെ പ്രേരിപ്പിക്കുകയും അത് നിങ്ങളുടെ വൈകാരികവും മാനസികവുമായ ഊർജത്തെ വളരെയധികം ദുർബലപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ മറ്റ് വ്യക്തി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് നിങ്ങളുടെ ലക്ഷ്യത്തോടൊപ്പം നിലകൊള്ളുന്നില്ലെങ്കിൽ, ആ വ്യക്തിയും ഒരു സ്വതന്ത്ര വ്യക്തിയായതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്കെതിരായി ആ വ്യക്തി, നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കണമെന്ന് തോന്നുന്ന ആ വ്യക്തി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് എതിരായി നിൽക്കുവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ
ആ ഒരു ആഗ്രഹത്തെ കൂടുതൽ തീവ്രമാക്കുകയും നിങ്ങൾ മാനസികമായും വൈകാരികമായും ശാരീരികമായും ആ ഒരു ബന്ധം നേടിയെടുക്കണം എന്നുള്ളൊരു വാശിയോടുകൂടി ഒരുപാട് ഊർജം ചെലവഴിക്കുകയും നിങ്ങൾ അഥവാ പരാജയപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമായിരിക്കുകയും നിങ്ങൾക്ക് പിന്നെ ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള മാനസിക ഊർജം തീരെ ഇല്ലാത്തൊരവസ്ഥ വരികയും നിങ്ങൾ നിരാശയുടെ പടുകുഴിയിലേക്ക് വീഴുവാനും സാധ്യതയുണ്ട്. അതല്ലാതെ തന്നെ നിങ്ങൾ ആ ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വളരെയധികം പരിശ്രമിച്ചിട്ട് നിങ്ങൾ വിജയിച്ചു എങ്കിൽ അല്പസമയത്തിനകം കുറച്ച് കാലങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങളുടെ ഈ ഒരു വിജയം എന്ന് പറയുന്നത് ഒരു പരാജയമായിട്ട് നിങ്ങൾക്ക് തോന്നുകയും നിങ്ങൾ വളരെ അധ്വാനിച്ച് നേടിയെടുത്ത ആ ഒരു ലക്ഷ്യം നിങ്ങൾക്ക് തന്നെ അവസാനം ഒരു കുരുക്കായി മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുകയും ചെയ്യും. ഞാൻ ഇത് പറഞ്ഞതിന് അർത്ഥം നമ്മുടെ സ്വഭാവം നമ്മൾ ഏതെങ്കിലും ഒരു ലക്ഷ്യം നേടുവാനായിട്ട് അമിതമായ വാശിയിൽ നമ്മുടെ എല്ലാ ഊർജവും ചെലവഴിച്ചുകൊണ്ട് നാം പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ഒന്ന് വിശകലനം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഒരു ലക്ഷ്യം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും നമുക്ക് സ്വീകരിക്കുവാൻ ആവശ്യമുള്ളതാണോ, ഇതിൻ്റെ ഒരു ആക്സെപ്റ്റൻസ് എത്രത്തോളം നമുക്ക് തന്നെ ഉണ്ട് എന്നുള്ളത് വിശകലനം ചെയ്തിട്ട് വേണം നമ്മളുടെ ആഗ്രഹങ്ങളുടെ പുറകെ പ്രവർത്തിക്കുവാനായിട്ട് ഇറങ്ങി പുറപ്പെടേണ്ടത്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ കോപം, പൊങ്ങച്ചം, അഹങ്കാരം, അതുപോലെ തന്നെ ചഞ്ചലത, അതുപോലെ ക്ഷമയില്ലായ്മ, അമിത ആഹ്ലാദവും അമിത സുഖവും, ഇങ്ങനെയുള്ള വികാരങ്ങളെല്ലാം നിങ്ങളുടെ ആഗ്രഹവുമായി കൂടിപ്പിണഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ ആ ആഗ്രഹം നേടിയെടുക്കുമ്പോൾ ആ ആഗ്രഹം നേടിയെടുക്കുവാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം ഊർജ്ജനഷ്ടം സംഭവിക്കും. അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോൾ ഇത്തരം വികാരങ്ങൾ ആ ആഗ്രഹത്തോടു കൂടി വരാതിരിക്കുവാൻ നിങ്ങൾ പരിശീലിക്കേണ്ടതാണ്. അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള വ്യക്തമായ ഒരു ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ കണ്ടതിന് ശേഷം മനസ്സ് ആ ലക്ഷ്യത്തിൽ ശാന്തമായിരിക്കുകയും അമിതമായ വികാര വിക്ഷേപങ്ങൾ ആ ലക്ഷ്യത്തോടനുബന്ധിച്ച് ഉണ്ടാകാതിരിക്കുകയും അതേസമയം തന്നെ ആ ലക്ഷ്യം നിങ്ങളുടെ മനസ്സിൽ അത് നേടുന്നത് വരെ സ്ഥിരമായി നിലനിർത്തേണ്ടതും വളരെ ശക്തമായി ആ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടതും ആവശ്യമാണ്. അപ്പോൾ ഏതൊരു വിഷയമായാലും നിങ്ങളുടെ മനസ്സിൻ്റെ ചഞ്ചലാവസ്ഥ, നിങ്ങളുടെ ക്ഷമയില്ലായ്മ, നിങ്ങളുടെ അമിതമായ കോപം, അത്യാഹ്ലാദത്തിന് വേണ്ടിയുള്ള നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ അഹങ്കാരത്തോടും നിങ്ങളുടെ ഈഗോയോടും കൂടിയുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ, ഇവയെ എല്ലാം നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും ഇല്ലായ്മ ചെയ്യുമ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ നേടുവാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കുകയും നിങ്ങൾക്ക് ആ ആഗ്രഹം നേടുവാനായി പ്രവർത്തിക്കുവാനുള്ള സാഹചര്യങ്ങൾ തനിയെ വന്നു ചേരുകയും ആ ആഗ്രഹം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് നിങ്ങളുടെ ആഗ്രഹം നേടുന്നതിന്, അതുമല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ പർപ്പസ്, അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുന്നതിന് വിരോധമായി നിങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞാൻ മുൻപ് പറഞ്ഞ നിങ്ങളുടെ വികാരങ്ങൾ, നിങ്ങളുടെ മാനസിക സ്വഭാവങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് പടിപടിയായി നീക്കം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ തനിയെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതായിരിക്കും. അതായത് നിങ്ങളുടെ ഏതെങ്കിലും ലക്ഷ്യത്തോടോ നിങ്ങളുടെ ആഗ്രഹത്തോടോ നിങ്ങളുടെ മനോഭാവം അത് ആസക്തം ആയിരിക്കുവാൻ പാടുകയില്ല, അതൊരു അഡിക്ഷൻ ആയിരിക്കുവാൻ പാടുകയില്ല. ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ ലക്ഷ്യത്തിന് നിങ്ങൾക്ക് മാറ്റം വരുത്തേണ്ടി വന്നാൽ നിങ്ങൾ ആ ലക്ഷ്യത്തിന് മാറ്റം വരുത്തക്കത്തക്ക രീതിയിൽ നിങ്ങളുടെ മനസ്സ് ഫ്ലെക്സിബിൾ ആയിരിക്കുകയും വേണം. വികാരപരമായ ലക്ഷ്യങ്ങൾ നിങ്ങളെ വളരെയധികം ദൗർബല്യത്തിലേക്ക് നയിക്കുകയും അത്തരം സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അത് നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്ത് പരിശീലിക്കേണ്ടതുമാണ്. അതായത് നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് പുറകിലുള്ള നിങ്ങളുടെ വികാരം എന്താണെന്ന് കണ്ടുപിടിക്കുക. ആ വികാരം കോപമാണോ, ചഞ്ചലതയാണോ, അമിതമായ ആഹ്ലാദമാണോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ ക്ഷമയില്ലായ്മയാണോ, അതുമല്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരമോ ഈഗോയോ പൊങ്ങച്ചമോ ആണോ എന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഇത്തരം വികാരങ്ങളാണെങ്കിൽ അത്തരം വികാരങ്ങൾക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ലക്ഷ്യങ്ങളായി കാണുവാൻ പാടുള്ളതല്ല.
കാരണം ഇത്തരം ലക്ഷ്യങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ കഴിവുകളെയും നിങ്ങളുടെ യഥാർത്ഥ ശക്തിയെയും മറച്ചു വയ്ക്കുകയും നിങ്ങളല്ലാതായി വളരെയധികം നിരാശയിലും പരാജയത്തിലും ജീവിക്കേണ്ട അവസ്ഥ വരികയും ചെയ്യും. അവിടെയാണ് നിങ്ങൾ പരാജയപ്പെടാതെ സൂക്ഷിക്കേണ്ടത്. മുൻപ് പറഞ്ഞ വികാരങ്ങളാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങളുടെ പുറകിലെങ്കിൽ അത്തരം ലക്ഷ്യങ്ങളെ നിങ്ങളുടെ സ്വഭാവത്തിൽ നിന്നും ഉന്മൂലനം ചെയ്യുക.